ഇത്രയും നാൾ കുറേ വർഷങ്ങളായി ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ 10 വർഷത്തോളമായി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ അപ്പ കൊല്ലാൻ മടിക്കില്ല, ഞങ്ങളെ 3 മക്കളെയും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മൃതദേഹം ഈ മരയാട്ടുപള്ളിയിലെ മേൽവട്ടം വീട്ടിൽ കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് സൂയിസൈഡല്ല, ഞങ്ങളെ കൊന്നതാണ്. നമസ്കാരം. ഈ കഴിഞ്ഞയുടെ പാലാ മരങ്ങാട്ടുപള്ളിക്കടുത്തുള്ള ഒരു ഫാമിലിയുടെ ഒരു വിഷമം പിടിച്ചൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതായത് ഒരു അമ്മയും 3 മക്കളുടെയും ഒരു ജീവിതം. അതായത് നല്ല കൊള്ളാവുന്ന ഫാമിലിയാണ്, നല്ല സാമ്പത്തികമുള്ള ഫാമിലിയായിരുന്നു. അതുപോലെ സാമാന്യം നല്ല സാമൂഹികപരമായിട്ട് നല്ല നിലയിൽ ജീവിക്കേണ്ട ഒരു ഫാമിലിയാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ അച്ഛൻ, അതായത് ഈ കുട്ടികളുടെ അമ്മയുടെ ഭർത്താവുമായ വ്യക്തി, ആ വ്യക്തി അതിക്രൂരമായ പീഡനങ്ങൾ കാരണം ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അയാൾ ഡോക്ടറൊക്കെയാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റാണ്. കൂത്താട്ടുകുളത്തൊരു ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുകയാണ്. ഈ കുട്ടികളുടെ അമ്മ, അതായത് ഇയാളുടെ ഭാര്യയെ അവരൊരു ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുകയാണ്. അവർ മരങ്ങാട്ടുപള്ളിയിലാണ് ഒരു ഡെൻ്റൽ ക്ലിനിക്ക് നടത്തുന്നത്. ഒരു ചെറിയൊരു ക്ലിനിക്കാണ്. ആ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ അമ്മയും ഈ 3 കുട്ടികളും ജീവിച്ചു പോകുന്നത്. മൂത്ത ഒരു പെൺകുട്ടിയാണ്, 20 വയസ്സുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ചെറുക്കൻ ആണ്, ഏകദേശം 18 വയസ്സ് വരുമെന്ന് തോന്നുന്നു. ഇളയ കുട്ടി 14 വയസ്സ്. ഇവർക്ക് ഒരു രീതിക്കും മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ 3 പേരും കൂടെ കൂടി ഈ കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതി ഈ കുട്ടികളുടെ സ്വന്തം അപ്പനെ ഒന്ന് കാണാൻ പോയി. അപ്പൻ ഇവിടുന്ന് കുറച്ചും കൂടെ മാറി വലിയൊരു ബംഗ്ലാവൊക്കെ പണിത് മറ്റൊരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല, നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഭാര്യയെ പോലെ അവർ ഒരു കുടുംബം പോലെ വർഷങ്ങളായിട്ട് അങ്ങനെ ജീവിക്കുന്നു. വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷമായി. അതിനു മുമ്പ് അയക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. അതിനേക്കാളെല്ലാം ഉപരി ഇയാൾ ലിവിങ് ടുഗദറായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീയുടെ അപ്പനും അമ്മയും അവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ പൗലോസ് എന്നാണ് പറയപ്പെടുന്നത്. പട്ടാളക്കാരൻ പൗലോസും അയാളുടെ ഭാര്യയും കൂടെ കൂടി സ്വന്തം മകളെ ഇങ്ങനെയുള്ള ഒരുത്തന് ഒരുമിച്ച് ജീവിക്കാനായിട്ട്, ഇപ്പോൾ ഈ സംസ്കാരം അനുസരിച്ച് അതിനേത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇത് കേൾക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അത്ര അതിനകത്ത് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. കാരണം സ്വന്തം ഭാര്യ ഒരു ഡോക്ടറാണ്, അവരൊരു ഡെന്റിസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ മരങ്ങാട്ടുപള്ളിയിൽ ചെറിയൊരു ക്ലിനിക്ക് നടത്തുന്നു. ആ ഭാര്യയുള്ള സ്വന്തം 3 കുട്ടികളും അതുങ്ങൾക്ക് ജീവിത ചെലവിന് പോലും കൊടുക്കാതെയാണ് ഈ ഇത്ര ക്രൂരമായിട്ട് 10 വർഷക്കാലം അവരെ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിരന്തര ഉപദ്രവങ്ങളാണ്. അതിനുശേഷം ഇവൻ വേറെ ബംഗ്ലാവ് വെച്ച് മാറിയെങ്കിൽ പോലും ഇവൻ്റെ പേരിലുള്ള വീട്ടിലാണല്ലോ ഇവരിപ്പോഴും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇടയ്ക്കെല്ലാം ഇവൻ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് ഡോറ് തല്ലിപ്പൊളിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറേ അക്രമങ്ങൾ നടത്തുന്നു. ഏതെങ്കിലും രീതിയിലൊക്കെ കുട്ടികളെന്തെങ്കിലും പറയുമ്പോഴേ തുണി പൊക്കി കാണിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുന്നു. ആകെ പല പ്രാവശ്യം നിയമ സംവിധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഏതോ ഒരു കോടതിയിൽ നിന്നുള്ള ചെറിയൊരു ഉത്തരവ്, അതായത് മാസം വെറും 2500 രൂപ വെച്ച് മാത്രം കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനാണ് ഇപ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇത് മാത്രമാണ് അയാളിൽ നിന്നുള്ള ഏക ഒരു ആനുകൂല്യം എന്ന് പറയാവുന്നത്. ബാക്കി ഈ സ്ത്രീ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ 3 കുട്ടികളെ സംരക്ഷിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ കുട്ടികൾ 3 പേരും കൂടെ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പം ഈ തന്തേനെ ഈ കഴിഞ്ഞ 21-ാം തീയതി നേരിട്ട് പോയി കണ്ട സാഹചര്യത്തിൽ ഈ തന്ത ഈ കുട്ടികളോട് ഗെറ്റ് ഔട്ട് പറഞ്ഞു. അവിടുന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുക. കുട്ടികളുമായിട്ട് സംസാരിച്ച സന്ദർഭത്തിൽ
ഈ തന്തയുടെ, അതായത് ഈ ഡോക്ടർ രാജു ദന്തിസ്റ്റ്, അവൻ ഇപ്പോൾ അവനോടൊപ്പം താമസിക്കുന്ന ലിവിങ് ടുഗദർ ആയിട്ടുള്ള സ്ത്രീയുടെ അപ്പൻ പട്ടാളം പൗലോസ് ഈ ഇളയ കൊച്ചിനെ, 14 വയസ്സായ കുട്ടീനെ അതിക്രൂരമായിട്ട് ഹെൽമെറ്റിനെ അടിച്ച് ആ കുട്ടിയുടെ തല ഗുരുതരമായി പരിക്കേറ്റിക്കുകയും അതിനുശേഷം ആ കുട്ടീനെ കൂത്താട്ടോളം ഹോസ്പിറ്റലും അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തുകയും ഇപ്പോഴും ആ ചികിത്സ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും ആ കുട്ടി ശരിക്കും അത് റിക്കവർ ആയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതാണ് ഈ ഒരു സാഹചര്യം. അപ്പോൾ ഈ ഇവരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള ഒരു വീഡിയോ ഇടുകയും, നമസ്കാരം, മേൽവട്ടത്തെ കുട്ടികൾ അനാഥരാണ്, അവർക്ക് ആരുമില്ല, അവർക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിപ്പോൾ ഈ കാണുന്ന കുറച്ച് ഒരു 5-6 ഷീറ്റുണ്ട്. പൊതുസമൂഹത്തിൽ ഇത്തിരി മാന്യനൊക്കെ ആയിട്ട് ഡോക്ടറാണ്, വലിയ ബംഗ്ലാവൊക്കെ പണിതിട്ടുണ്ട്, ആർഭാടമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ മറ്റൊരു സ്ത്രീയാണ് ഭാര്യയെ പോലെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ ഗ്ലാമറിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ വന്നത് മറ്റു പലരും ഇതായിരുന്നു. അടുത്തുള്ളവർക്കൊക്കെ ഇതറിയാമെങ്കിലും പുറത്തുള്ളവർക്ക് അധികം അറിയില്ലായിരുന്നു. അവരൊക്കെ അറിഞ്ഞ് ഇപ്പോൾ ഇയാൾക്കൊരു നാണക്കേട് വന്നിട്ട് ഇയാൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു ഡിറ്റക്റ്റീവ് ന്യൂസ് കേരളക്കെതിരെ. അത് പിന്നെ വിഷയമുള്ള കാര്യമൊന്നുമല്ല. IA 1/2026 പ്രകാരം സബ് കോർട്ട് സിവിൽ കോടതിയിലാണ് പാലായിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളായിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പൊതുരംഗത്തിറക്കി പ്രവർത്തിക്കുന്ന ചാനലായതുകൊണ്ട് അവർ പിന്നെ അത് കൈകാര്യം ചെയ്തോളൂ. അവർക്ക് പിന്നെ അതൊന്നും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. എങ്കിൽ പോലും പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് ഈ ഒരു വിഷയം സംബന്ധിച്ച്. അതായത് ആ അമ്മയും 3 മക്കളും 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് കുട്ടികൾ ആ രീതിയിലൊന്നും പോയി സംസാരിക്കേണ്ടി വന്നത്. അതിനുശേഷം ആ കുട്ടികൾ തന്നെയാണ് നോട്ടീസ് അതിലെ അവരുടെ പരിസരത്തോടെയൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ഒരു നോട്ടീസ് അതിലേക്ക് വിതരണം നടത്തിയത്. ഇതറിഞ്ഞുകൊണ്ടാണല്ലോ ചാനലുകാർ അതിനകത്ത് ഇടപെട്ട് വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ ഇതാണ് അയാളെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ ആ കുട്ടികളും ആ അമ്മയും ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അവരെ കൈപിടിച്ച് രക്ഷിച്ചതാണ്. അപ്പോൾ അല്ലെങ്കിൽ അവനോട് ഒത്തു നിൽക്കുന്നവർക്ക് പോലും കൂടെ അവരുദ്ദേശിച്ച കാര്യത്തിലേക്ക് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എത്തപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു വ്യാകുലതയിൽ നിന്നുകൊണ്ടാണ് ഏതായാലും ചാനലുകാരനെതിരെ കേസൊക്കെ വന്നിരിക്കുന്നത്. അതൊന്നും പിന്നെ വലിയ വിഷയമുള്ള കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രിയരെ, ഇത് വയലേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓർഡറാണ്. എന്താണെങ്കിലും പൊതുസമൂഹം ഒന്ന് വിലയിരുത്തുക. ഈ 10 വർഷക്കാലത്തോളമായി ഈ അമ്മയും കുട്ടികളും നിരന്തരം അവർ പല വിധത്തിലുള്ള നിയമസഹായങ്ങൾ തേടുന്നു. പക്ഷേ അവൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അവൻ്റെ പണവും ഉപയോഗിച്ച് അവൻ അതിനെല്ലാം അട്ടിമറിക്കുന്നു. എന്താണെങ്കിലും ഇത് കേൾക്കുന്ന ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത്തരം കാര്യത്തിനകത്തൊക്കെ അത്യാവശ്യമായിട്ട് ഇടപെടുക, അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുക. എന്താണെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകർ കുറച്ച് പേരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ അവർക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അങ്ങനെ കുറേയധികം കമ്മീഷനുകളൊക്കെ ഉണ്ടല്ലോ. എന്താണെങ്കിലും ശരി, ശക്തമായ ഇവർക്ക് നീതി ലഭിക്കാനും ആ അമ്മയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കും എത്രയും പെട്ടെന്ന് നീതി ലഭിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി അയാൾ ചെയ്തിരിക്കുന്ന നീചപ്രവർത്തികൾ ഞാനിപ്പോൾ വീഡിയോയിൽ അധികം പറയുന്നില്ല. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പലർക്കും ലഭിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ശരി, അത് നിയമ സംവിധാനം അത്തരം കാര്യത്തിനകത്ത് ശക്തമായൊരു ഇടപെടൽ ഉണ്ടാവണം. മനുഷ്യാവകാശ പ്രവർത്തകർ ഇക്കാര്യത്തിനകത്ത് അവരോടൊപ്പം ഉണ്ടെന്ന് അവർക്ക് ധൈര്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നീതി നടപ്പാക്കി കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് വീഡിയോ പൊതുസമൂഹത്തിലേക്ക് വീണ്ടും വെക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണുക. താങ്ക് യു.